ജനാർദ്ദനക്കുറുപ്പാണ്. നമ്മൾ ഇന്ന് ചക്രസഞ്ചാലനത്തെപ്പറ്റി പറയാം. ചക്രസഞ്ചാലനത്തിൽ നമ്മൾ ഓരോ ചക്രങ്ങളിലെ ബീജമന്ത്രങ്ങൾ ജപിക്കുകയാണ് ചെയ്യുക. മൂലാധാരത്തിൽ ലം, നട്ടലിൻ്റെ ഏറ്റവും താഴെ സ്വാധിഷ്ഠാനത്തിൽ വം, പൊക്കിളിൻ്റെ പിന്നിൽ നട്ടലിൽ രം, നെഞ്ചിൻ്റെ പിന്നിൽ നട്ടലിൽ യം, പിന്നെ കഴുത്തിൻ്റെ പിന്നിൽ ഹം, നെറ്റിയിൽ ഓം. അങ്ങനെ ബിന്ദു വിസർഗം എന്ന് പറഞ്ഞിട്ട് തലയുടെ പിന്നിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അതിനും ഓം തന്നെ. പിന്നെ താഴോട്ട് കണ്ഠത്തിൽ ഹം, നെഞ്ചിൽ യം, പുക്കളിൽ രം, ലിംഗത്തിൻ്റെ മുകളിൽ വം, മൂലാധാരത്തിലെല്ലാം. ഇങ്ങനെ ഓരോ ചക്രങ്ങളിലും 50 വീതം ജപിക്കുക. ലം 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 50 തവണ ജപിച്ച് അവിടെ തന്നെ നോക്കിയിട്ടിരിക്കാം. ശ്വാസം പിടിച്ചാലും ശ്വാസം അവിടെ നിന്ന് തന്നെ എടുക്കുക, അവിടെ നിന്ന് തന്നെ വിടാം. പിന്നെ നട്ടലിൻ്റെ പിന്നിലേക്ക് പോവാം. വം വം എന്നുള്ള ജലബീജം ജപിക്കാം. പിന്നെ നട്ടലിലേക്ക് കൂടെ മുകളിലേക്ക് കയറി രം രം എന്നുള്ളത് മണിപൂരത്തിൻ്റെ പിന്നിൽ ഒരു ചക്രങ്ങളിൽ പറഞ്ഞ് നോക്കണം. ആ ചക്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. ആകാശബീജമായിട്ടുള്ള കഴുത്തിൽ 16 ദളങ്ങളുള്ള, പിന്നെ നെഞ്ചിൽ 12. അവിടുത്തെ അക്ഷരങ്ങൾ ഇവിടെ വർണ്ണമയി മന്ത്രത്തിൽ കഴുത്തിൽ അം ആം ഇം ഈം എന്നുള്ള 16 അക്ഷരം. പിന്നെ കം ഖം ഗം ഖം ങം ചം ഛം ജം ഛം ഞം ടം ടം എന്ന് 12 അക്ഷരം നെഞ്ചിൽ. പിന്നെ മണിപുരത്തിൽ ഡം ഠം ണം തം ഥം ദം ഥം നം പം ഫം എന്ന് 10 അക്ഷരം. പിന്നെ 6 അക്ഷരം. പിന്നെ മൂലാധാരത്തിൽ 4 അക്ഷരം. പിന്നെ ഹം ഷം എന്ന് നെറ്റിയിൽ. ഇങ്ങനെ ജപിക്കാം. അതും ഓരോ ശ്വാസത്തിൽ കിട്ടാവുന്ന ഒരു 8-10 തവണ വീതം ഓരോ പോയിന്റിലും ജപിക്കാം. പിന്നെ മൂലമന്ത്രം കൊണ്ട് ലം വം രം യം ഹം ഓം എന്നുള്ള മന്ത്രങ്ങളെ കൊണ്ട് ചക്രസഞ്ചാലനം ചെയ്യണം. 16 ചുറ്റണം. ഓരോ സ്ഥലത്തും 50 വീതം ജപിച്ച് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ 16 ചുറ്റുക. അപ്പോൾ എല്ലാ ചക്രങ്ങളും ആക്റ്റീവാകും. അതിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് പല രോഗങ്ങളും മാറും, സർവ്വരോഗങ്ങളും മാറും. അതുകൂടാതെ അതീന്ദ്രിയ അനുഭവങ്ങളും ഉണ്ടാവും. അങ്ങനെ അത് ഏറ്റവും വിശേഷപ്പെട്ടാണ് ഈ ചക്രസഞ്ചാലനം. അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നേരമില്ല. ഏത് ധ്യാനം തുടങ്ങുന്നതിനേക്കാൾ മുമ്പും ചെയ്യാം. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാം. ഏറ്റവും നല്ലതാണ്.